പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലേക്ക് മടങ്ങാൻ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത പ്രവാസി മലയാളികളുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞതായി റിപ്പോർട്ട്. രജിസ്ട്രേഷൻ ആരംഭിച്ച് കേവലം മണിക്കൂറുകൾക്കകമാണ് ഇത്രയേറെ പേർ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി സർക്കാർ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ പാടാണ് കാണുന്നത്. ഇതിലേറെ പേർ നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വിദേശ നാടുകളിൽ കുടുങ്ങിയവർക്കും പ്രവാസികൾക്കും നാട്ടിലേക്ക് മടങ്ങാനായി നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഇന്നലെ വൈകിട്ട് 6:30-ക്കാണ്. കേവലം 5 മണിക്കൂർ കൊണ്ട് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 1,70,055 ഉയർന്നു. ഏറ്റവും കൂടുതൽ പേർ UAE-യിൽ നിന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 45,430 പേരാണ് UAE-യിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് രജിസ്റ്റർ ചെയ്തവരിൽ 45% കണക്ക് കൂട്ടുന്നത്. ഖത്തറിൽ നിന്ന് 11,668 പേരും, സൗദിയിൽ നിന്ന് 11,365 പേരും, കുവൈറ്റിൽ നിന്ന് 6,350 പേരും, ഒമാനിൽ നിന്ന് 4,375 പേരും, ബഹ്റൈനിൽ നിന്ന് 2,902 എന്നിങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തവരുടെ കണക്കുകൾ. എന്നാൽ കൊറോണ നിയന്ത്രണാതീതമായി പടർന്ന US-ൽ നിന്ന് 324 പേരും, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ UK-യിൽ നിന്നുമാണ്. അതായത് 621 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും 100-ൽ പരം പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാർ കണക്കുകൾ ആകെ തെറ്റിയ സാഹചര്യത്തിൽ തിരികെ വരുന്നവരെ ഐസൊലേറ്റ് ചെയ്യാൻ മതിയായ സൗകര്യങ്ങൾ ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. 1 ലക്ഷം പേരെങ്കിലും കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങും എന്നായിരുന്നു കേരളം കേന്ദ്രത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ നോർക്ക വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ തന്നെ 1.5 ലക്ഷത്തോളം പേർ മടങ്ങി വരാൻ താല്പര്യമറിയിച്ച് രജിസ്റ്റർ ചെയ്തതോടെ പ്രവാസികളുടെ വൻതോതിലുള്ള മടങ്ങിവരവിനാവും കേരളം സാക്ഷ്യം വഹിക്കുക. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് പ്രവാസി രജിസ്ട്രേഷനായുള്ള നോർക്ക വെബ്സൈറ്റ് പ്രവർത്തനക്ഷമമായത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ രജിസ്ട്രേഷൻ തുടങ്ങുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ തുടങ്ങുമെന്നായി പിന്നീടുള്ള വിശദീകരണം. www.registernorcaroutes.org എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. തിരിച്ചെത്തുന്നവരുടെ കൃത്യമായ കണക്ക് കിട്ടാനും നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കുന്നതിനുമാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യ പരിഗണന എന്നില്ല. അതുകൊണ്ട് ആരും തിരക്ക് കൂട്ടേണ്ട എന്നാണ് സർക്കാർ പറയുന്നത്. ഗർഭിണികൾ, പലതരം രോഗമുള്ളവർ, സന്ദർശക വിസയിൽ കുടുങ്ങിയവർ എന്നിവർക്കാണ് മുൻഗണന നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.